മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ലോകം മൊത്തമുള്ള പ്രധാനപ്പെട്ട ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അയച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി ലോകം മൊത്തമുള്ള പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. UAE ഭരണാധികാരി നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി സംസാരിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ഞാൻ ആദ്യം തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്താണ് പറഞ്ഞത് എന്നൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പ്രധാനമന്ത്രി മോദി, എന്റെ പ്രിയ സുഹൃത്ത് നരേന്ദ്ര, ഇന്ത്യയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചതിന് അഭിനന്ദനങ്ങൾ. ഇന്ത്യയെ മാറ്റിമറിച്ച വ്യക്തിയാണ് താങ്കൾ. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രശംസ നേടിയ വ്യക്തിയാണ് താങ്കൾ. 1.4 ബില്യണിലധികം വരുന്ന ഒരു രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാക്കി മാറ്റാൻ താങ്കളുടെ നേതൃത്വത്തെ സഹായിച്ചു. 250 ദശലക്ഷം ഇന്ത്യക്കാരെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാൻ താങ്കൾ സഹായിച്ചിട്ടുണ്ട്. ഈ മഹത്തായ ദൗത്യത്തിൽ താങ്കൾ തുടരുന്നു. നമ്മുടെ രണ്ട് മഹത്തായ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നമ്മുടെ സൗഹൃദവും ബന്ധവും മുമ്പൊരിക്കലും ഇത്ര ശക്തമായിട്ടില്ല. നിങ്ങളെ ഉടൻ തന്നെ വീണ്ടും കാണാനും വരും വർഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ആശംസകൾ എന്റെ നല്ല സുഹൃത്തെ, താങ്കളുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് ആശംസകൾ. നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യം, അതായത് നമ്മുടെ രാജ്യത്തെ മറ്റെല്ലാ പ്രധാനമന്ത്രിമാരെക്കാൾ അധികം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം ഭരിച്ചിരിക്കുന്നു. നെഹ്റു ആയിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമയം, ദിവസങ്ങൾ, കാലം പ്രധാനമന്ത്രി ആയിരുന്നത്. ആ നെഹ്റുവിനെ പോലും നമ്മുടെ പ്രധാനമന്ത്രി മറികടന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദിയാണ്. ഇതിന് ലോകം മൊത്തം കൈയടിച്ചോണ്ടിരിക്കുക. ഇസ്രായേലി പ്രധാനമന്ത്രി വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്, ഇസ്രായേലും ഇന്ത്യയുമായിട്ടുള്ള വലിയ ബന്ധം നരേന്ദ്രമോദിയുടെ കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. ഇസ്രായേലി പ്രധാനമന്ത്രി മാത്രമല്ല, UAE ഭരണാധികാരി രംഗത്തെ എന്താണ് പറഞ്ഞത് എന്നൊന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇന്ത്യയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചതിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് ഹൃദയംഗമമായ അഭിനന്ദനങ്ങളും ആശംസകളും. ഇന്ത്യയുടെ സുസ്ഥിരമായ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ നിങ്ങൾക്ക് തുടർന്നും വിജയം നേരുന്നു. നമ്മുടെ രാഷ്ട്രങ്ങളുടെയും അവിടുത്തെ ജനങ്ങളുടെയും പ്രയോജനത്തിനായി നമ്മുടെ സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നത് തുടരാനും ഞാൻ ആഗ്രഹിക്കുന്നു. ലോകം മൊത്തമുള്ള ഭരണാധികാരികൾ രംഗത്തെത്തിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് കൈയടിച്ചോണ്ടിരിക്കുക. നമ്മൾ പ്രത്യേകം ഓർക്കണം, അറബ് രാജ്യങ്ങളിലൊക്കെ രാജാക്കന്മാർ അവരുടെ കുടുംബ പാരമ്പര്യമായിട്ട് അവരുടെ കുടുംബങ്ങളാണ്, രാജാക്കന്മാരാണ് അടക്കി ഭരിക്കുന്നത്. അവിടെയുള്ള ജനങ്ങൾക്ക് ഓരോ രീതിയിലുള്ള ഒരു കൈകടത്തലും അല്ലെങ്കിൽ ഒന്ന് തിരഞ്ഞെടുക്കാനോ തന്റെ പ്രധാനമന്ത്രി ആരാവണം, തന്റെ രാജാവ് ആരാവണം എന്ന് പോലും തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത അറബ് രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ കൈയടിച്ചിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി കൈയടിച്ചിരിക്കുന്നു. നമ്മുടെ നാട് എത്ര സുന്ദരമാണ്. നമ്മുടെ രാജ്യത്ത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി, രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും നമ്മുടെ പ്രധാനമന്ത്രിക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്നു. അത് അറബ് രാജ്യങ്ങളിലെ രാജാക്കന്മാരെ പോലെയല്ല, അവര് കുടുംബ പാരമ്പര്യമായിട്ട് രാജാവാകുന്നത് പോലെയല്ല. നമ്മുടെ രാജ്യം സുന്ദരമാണ്, മഹത്തരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സുന്ദരമായ രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. ആ ഭാരതത്തിൽ ഒരു പ്രധാനമന്ത്രി ഒരുപാട് കാലം പ്രധാനമന്ത്രിയാവുക എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾ എത്രത്തോളം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായിട്ട് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഈ സന്ദർഭത്തിലും നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം രംഗത്തെത്തുന്ന ആളുകളുണ്ട്. നിരന്തരം നമ്മുടെ രാജ്യം ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിറകെട്ടവന്മാര് നമ്മുടെ രാജ്യത്തുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുണ്ട്. ഇസ്രായേലുമായിട്ടുള്ള നമ്മുടെ സൗഹൃദ ബന്ധത്തിൽ നമ്മുടെ രാജ്യത്തിന് വലിയ ഗുണങ്ങളുണ്ട്. മറ്റേതൊരു രാജ്യവുമായിട്ട് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തുക ലോകത്തെ ഏറ്റവും വലിയ, ലോകത്തെ അത്യാധുനിക ടെക്നോളജി ഏതും എന്തും നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കാൻ ഇസ്രായേൽ സന്നദ്ധമാണ്. അതുപോലൊരു രാജ്യത്തിനൊപ്പമല്ലേ നമ്മുടെ രാജ്യം സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോവേണ്ടത്? അല്ലാതെ ഒരു പ്രദേശമായിട്ടുള്ള പലസ്തീനൊപ്പമാണോ? നമ്മുടെ രാജ്യത്തെ ഭരണാധികാരി നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവന്, അവരുടെ സുരക്ഷ, അവരുടെ സമാധാനം, അതാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉയർത്തിപ്പിടിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് ഏതെങ്കിലും ഒരു രാജ്യം തിരിഞ്ഞു കഴിഞ്ഞാൽ പലസ്തീൻ എന്ന പ്രദേശം കൊണ്ട് യാതൊരു ഉപകാരവും നമ്മുടെ രാജ്യത്തിന് ഉണ്ടാവാൻ പോകുന്നില്ല. എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന് ഗുണമുണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള വലിയ ബന്ധത്തിൽ തന്നെ നമ്മുടെ രാജ്യം മുന്നോട്ട് തന്നെ പോവട്ടെ. അതിനിയും ഒരുപാട് കാലം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നമ്മുടെ ഭാരതം ഭരിച്ച് മുന്നോട്ട് പോവട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഗൾഫ് മേഖലകളിൽ ജോലി ചെയ്യുന്നു. തീർച്ചയായിട്ടും അറബ് ഭരണാധികാരികളുമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വലിയ ബന്ധമാണ് പുലർത്തി മുന്നോട്ട് പോകുന്നത്. UAE രാജാവിന്റെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൗദി അറേബ്യയുടെ രാജാവിന്റെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗൾഫ് രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ പ്രിയപ്പെട്ടവനാണ്, സഹോദരൻ എന്നാണ് ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഒരേ സ്വരത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ അഭിസംബോധന ചെയ്യാറുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഗൾഫ് രാജ്യങ്ങളുമായിട്ടും വലിയ ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നു. ഇസ്രായേലുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ, ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ, ഇതൊക്കെ തന്നെ ദഹിക്കാത്തൊരു വിഭാഗം ആളുകൾ നമ്മുടെ കേരളത്തിലൊക്കെ കുറച്ച് അധികമുണ്ട്. ജിഹാദികള്, തീവ്രചിന്താഗതിക്കാര്, സുഡാപ്പികള്. അവർക്കെന്നും എന്തെങ്കിലും തീവ്രവാദമൊക്കെയുള്ള പലസ്തീൻ പോലെയുള്ള പ്രദേശം അത്തരം ആളുകളുമായിട്ടാണ് ബന്ധത്തിലാവുന്നതാണ് അവർക്കെന്നും താല്പര്യം. അത്തരം ആളുകളോടൊക്കെ ബോധമുള്ള സകല മലയാളികളും എക്കാലത്തും പുച്ഛിച്ച് തന്നെ അവരെയൊക്കെ തള്ളണം. ലോകത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായിട്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികളായിട്ട്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ഭരണാധികാരികളായിട്ട്, ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി വലിയ ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നു. ഈ രാജ്യം ഏറ്റവും കൂടുതൽ ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്ന പദവിയിലേക്ക് എത്തുന്ന ദിവസം തന്നെ ലോകം മൊത്തം സ്വിച്ചിട്ടതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ നേരുന്നുണ്ടെങ്കിൽ, ആശംസകൾ നേരുന്നുണ്ടെങ്കിൽ, ലോകത്ത് നരേന്ദ്രമോദി എന്ന നേതാവ് എത്രത്തോളം ശക്തനാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.